ഹായ് ഹലോ എവരിവൺ. ഞാൻ ഡോക്ടർ KG ജയൻ, കൺസൾട്ടന്റ് ഫിസിഷ്യനും ഹെൽപ്പ് ഫോർ ഹെൽപ്ലേഴ്സിന്റെ വൈസ് പ്രസിഡന്റുമാണ്. ഇന്ന് മെയ് 17 ലോക ഹൈപ്പർ ടെൻഷൻ ദിനമായി ആചരിക്കപ്പെടുകയാണ്. ഈ ദിനത്തിന്റെ സന്ദേശം എന്ന് പറയുന്നത് നമ്മളുടെ രക്തസമ്മർദ്ദം കൃത്യമായി അളക്കുകയും കൃത്യമായി നിയന്ത്രിച്ചുകൊണ്ട് കൂടുതൽ കാലം ജീവിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട സിമ്പിളായിട്ടുള്ള 3 കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഒന്നാമതായി നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങളിലെ ഉപ്പിൻ്റെ അളവ് കുറയ്ക്കുക എന്നുള്ളതാണ്. ഉപ്പ് കൂടുതൽ അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങളായ പപ്പടം, ഉണക്കമീൻ, അച്ചാറ് എന്നിവ കഴിക്കാതിരിക്കുക. സ്നാക്സ് അതുപോലുള്ള ഫ്രൈഡ് ഫുഡ് ഐറ്റംസ് ഒഴിവാക്കുക. രണ്ടാമതായി നമുക്ക് ചെയ്യേണ്ടത് അരമണിക്കൂറെങ്കിലും ദിവസവും വിയർക്കുന്ന രീതിയിലുള്ള ഏതെങ്കിലും വ്യായാമം ചെയ്യുക എന്നുള്ളതാണ്. മൂന്നാമതായി രക്തസമ്മർദ്ദത്തിന് ഉപയോഗിക്കുന്ന മരുന്നുകൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കൃത്യമായി കഴിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, പലപ്പോഴും ഈ അസുഖം ഒരു നിശബ്ദനായ കൊലയാളി എന്നാണ് അറിയപ്പെടുന്നത്. കാരണം ഇതിൻ്റെ ലക്ഷണങ്ങൾ പലപ്പോഴും നമുക്ക് പ്രകടമാകാറില്ല. നമ്മുടെ പ്രധാനപ്പെട്ട അവയവങ്ങളായ കണ്ണുകൾ, തലച്ചോറ്, വൃക്കകൾ, ഹൃദയം എന്നിവ തകരാറിലാകുമ്പോൾ മാത്രമാണ് നാം ഈ അസുഖത്തെക്കുറിച്ച് അറിയുന്നത്. അതുകൊണ്ട് എല്ലാവരും 25 വയസ്സ് കഴിഞ്ഞ എല്ലാവരും തന്നെ അവരുടെ രക്തസമ്മർദ്ദം പരിശോധിപ്പിച്ച് കൃത്യമായി അളന്ന് അത് നിയന്ത്രിച്ചുകൊണ്ട് കൂടുതൽ കാലം ജീവിക്കുക എന്നാണ് ഇത്തരുണത്തിൽ എനിക്ക് പറയാനുള്ളത്.